ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ലൊരു സീരിയസ്ലി ഞാൻ പറയാം, നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു PR-നെ ഏൽപ്പിക്കുക. PR-നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോവാം. പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നിൽക്കണം. അനുമോള് കപ്പടിച്ചതിലുള്ള അസൂയയും കുശുമ്പും മൂത്തിട്ട് ഇപ്പുറത്തിരുന്ന് കരഞ്ഞ് കരഞ്ഞ് മെഴുകിക്കൊണ്ടിരിക്കുകയാണ് കുറെ ആൾക്കാര്. അതിനൊരു അവസാനം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ സീസണുകളിലെയും അതിന് മുൻപിലത്തെ സീസണുകളിലെയും തോറ്റിട്ട് പകുതിക്കുന്ന് പോയ ആൾക്കാരാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ട് അനുമോൾ അങ്ങനെയാണ്, അനുമോൾ ഇങ്ങനെയാണ്, PR ആണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണത്. കരയാന്ന് മാത്രല്ല, കരഞ്ഞു മെഴുകുകയാണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അത്രത്തോളമാണ് ഇവർക്കുള്ള ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലൊരാൾ, ഈ കരയുന്ന ആൾക്കാരിൽ ഒരാള് തോറ്റിട്ട് പകുതിക്കുന്നും ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയ ഒരു വ്യക്തി. അവരെങ്ങനെയാണ് തോറ്റതെന്നും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ജിൻഡോന്റെ സീസണിൽ ഉണ്ടായ ഒരു വ്യക്തിയാണ്. ആ ഒരു സീസണിൽ അവരുടെ ഭർത്താവും കാര്യങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് അവർ തമ്മിലൊരു അതായത് പ്രതികരണവും കാര്യങ്ങളൊക്കെ അഖിൽമാരാറുമായിട്ടൊക്കെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് വോട്ട് കുറഞ്ഞു എന്നും പിന്നീട് ആ ഒരു ആഴ്ച തന്നെയാണ് ഈ പറയുന്ന വ്യക്തി ആ ഒരു ആഴ്ച തന്നെ ഔട്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അപ്സരയാണ്. അപ്സര കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന കുറച്ച് വിഡ്ഢിത്തരങ്ങളാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കേട്ടു നോക്കാം എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ലൊരു സീരിയസ്ലി ഞാൻ പറയാം, നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു PR-നെ ഏൽപ്പിക്കുക. PR-നെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പോവാം. പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ നിൽക്കണം, അതുപോലെ തന്നെ നിൽക്കുക. പിന്നെ നിങ്ങൾ സത്യം പറഞ്ഞ ഇത് കേട്ടപ്പോ എനിക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങൾക്കും ചിരിയായിരിക്കും വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോൾ എങ്ങനെയാണ് ജയിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അനുമോൾ അവിടെ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് എന്നും ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ അവിടെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ വന്നിട്ടുള്ളത് അനുമോളുടെ ഭാഗത്താണെന്നും വെറുതെ അവിടെ പോയിരുന്നിട്ട് കിടന്നുറങ്ങിയ ഒരു വ്യക്തിയല്ല അനുമോൾ എന്നും വ്യക്തമായിട്ട് നമുക്കറിയാം. അത് മാത്രമല്ല, അനുമോൾക്ക് ഓൾറെഡി പോകുന്നതിന് മുൻപുള്ള ഫാൻ ബേസിനെക്കാളും കൂടുതലായിട്ടുള്ള ഫാൻ ബേസുമായിട്ടാണ് ഈ പറയുന്ന അനുമോള് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള വ്യക്തികളുടെ മറ്റുള്ള ഫാൻസുകാരുടെ ഡീഗ്രേഡിങ്ങും അനുമോൾക്ക് നന്നായിട്ടുണ്ട്. അത് നമുക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ മറ്റുള്ള ഫാൻസുകാരുടെ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കരച്ചിലും അവര് ഇപ്പം PR ആണെന്ന് പറഞ്ഞിരുന്ന കരച്ചിലും കാര്യങ്ങളും ഒക്കെ പുറത്തിറങ്ങിയത് തൊട്ട് അനുമോൾക്ക് എതിരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരാളുടെ കരച്ചിലാണ് നമ്മളിപ്പോ കേട്ടത്. ആള് പറയാണ് ബാങ്കിൽ പോയിട്ട് ലോണിനെ അപേക്ഷിച്ചിട്ട് പോകണം, ബിഗ് ബോസിൽ പൈസ കൊടുത്താൽ നമുക്ക് എന്തും നടക്കും എന്നുള്ള രീതിയിൽ ആള് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കുറച്ച് ഭയങ്കരമായിട്ടുള്ള കാര്യം എന്തോ പറയുന്നത് പോലെയാണ് പറയുന്നത്. പക്ഷെ പറയുന്നത് വെറും മണ്ടത്തരമാണ്. അത് കേൾക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. കാരണം നമ്മുടെ ഹെൽത്താണ്. ഞാനൊക്കെ അവിടെ പോയി ഞാൻ ബിന്നി ചെയ്ത് കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് ഞങ്ങളൊക്കെ അവിടെ പോയി പട്ടിപ്പണി എടുത്ത ആൾക്കാരാണ്. ഏത് ടാസ്ക് വന്നാൽ ഞങ്ങൾക്ക് പ്രാന്താം. അതുകൊണ്ട് നമ്മൾ അതിന് പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പുറത്തിറങ്ങിയ ശേഷം ഇപ്പം ബാക്ക് പെയിൻ എടുത്തിട്ട് നടക്കാൻ വയ്യ, ഒരു ഉപയോഗവും ഇല്ല. അതുകൊണ്ട് ടാസ്ക് ഒന്നും ചെയ്യരുത്. അത് വെറുതെ ഒരു ഇതാണ്. അപ്പൊ അത് ടാസ്ക് ഒന്നും ആവശ്യമില്ല. നിങ്ങൾ അവിടെ കണ്ടന്റ് കൊടുക്കാം. പറയുന്നുണ്ട് ടാസ്ക് ഒന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ നോക്കാം. അപ്പൊ ഈ പറയുന്ന അനുമോൾ അവിടെ ടാസ്ക് ഒന്നും ചെയ്തിട്ടില്ല എന്നും ടാസ്ക് ഉള്ള സമയത്ത് മാറി അവിടെ കിടന്നുറങ്ങുമായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ രീതിയിൽ ഉദ്ദേശിച്ചിട്ടായിരുന്നു പറയുന്നത് എനിക്കറിയില്ല. ഇപ്പം അവസാന നിമിഷം വരുന്ന സമയത്ത് ആ ഒരു മണി ടാസ്ക് വന്ന സമയത്ത് പുറത്തേക്ക് ഔട്ടാകാം എന്ന് പറഞ്ഞിട്ട് പോലും പുറത്തേക്ക് ഓടിപ്പോയിട്ട് റിസ്ക് എടുത്തൊരു വ്യക്തിയാണ്. അതില് എല്ലാവരും പോലും ഈ അനീഷ് ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും അവിടെ നിന്ന് ബാക്കിയുള്ളവർക്ക് പോലും ആ ഒരു ഗട്ട്സ് ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് അവിടെ നിന്ന ഒരാളില് ഈ PR ബലം ഉണ്ടായിരുന്നു. ഇത്രയും PR ബലത്തിന്റെ ബലത്തില് അല്ലെങ്കിൽ വേറെ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ്, എന്തായാലും ഞാൻ ജയിക്കും എന്ന് ഉറപ്പിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിലും ഒരിക്കലും പുറത്തേക്ക് ഓടി പോവില്ലല്ലോ. അതായത് എന്ത് ചെയ്യും, അതായത് ഞാൻ പോകേണ്ട ആവശ്യമില്ല, എന്തായാലും ഞാൻ വിന്നറാണെന്നുള്ള രീതിയിൽ തന്നെ നിൽക്കാം. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് റിസ്ക് എടുത്തു അനുമോള്? അവിടെ അനുമോള് റിസ്ക് എടുക്കാനുള്ള ഒരു കാരണം തന്നെ ഈ പറയുന്ന അലിഗേഷൻസും കാര്യങ്ങളും അകത്ത് വെച്ചിട്ടും ആൾക്കാർ പറയാൻ തുടങ്ങിയപ്പോൾ അനുമോള് തന്നെ അത് എനിക്ക് തെളിയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള രീതിയിൽ കൂടിയാണ് അനുമോള് റിസ്ക് ഏറ്റെടുത്തത്. പക്ഷെ എന്നിട്ടും ഈ പൊട്ടന്മാർക്കും ഇതൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. PR ആണ്, ടാസ്ക് ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ അവിടെ പോയിട്ട് അത് മാത്രമല്ല, ഈ ടാസ്ക് എന്ന് പറയുന്നത് അതിലൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ടാസ്കുകളിൽ ജയിക്കുന്ന ആൾക്കാർ മാത്രമാണ് വിന്നർ ആവുക, അല്ലെങ്കിൽ ടാസ്കിൽ ജയിച്ചാൽ മാത്രമാണ് വിന്നർ ആവുക എന്നുള്ളൊരു കാര്യം ബിഗ് ബോസിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ട് പകുതിക്ക് പുറത്തിറങ്ങിയ ഔട്ടായി പോയ
പകുതി ആൾക്കാർക്കും ബിഗ് ബോസ് എന്താണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ടന്റ് ആണ് അവർക്ക് മുഖ്യം. ഇപ്പൊ നമ്മൾ റോഡ് ഡ്രസ് ഇല്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റ് ആണ്. അത് എന്ത് കണ്ടന്റ്, നല്ല കണ്ടന്റ് കൊടുക്കുന്നവരുണ്ട്, മോശം കണ്ടന്റ് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ കണ്ടന്റ് ആണ് മുഖ്യം ഇതിലെ. അത് കണ്ടന്റ് കൊടുക്കുക, പിന്നെ നല്ല പൈസ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോവുക. വോട്ടിന്റെ ഇതനുസരിച്ച് PR നോക്കിക്കോളും. പൈസ പിശുക്ക് കാണിക്കരുത്, പൈസ കൊടുത്ത് വോട്ട് മേടിച്ചോണം. ഞാനൊരു കാര്യം പറയാം, ഈ പറയുന്ന അപ്സര ഒരു 10-30 ലക്ഷം ലോൺ എടുത്തിട്ട് ഇത് PR ആൾക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് അവിടെ പോവാം, എന്നിട്ടൊന്ന് ജയിച്ചിട്ട് കാണിച്ച് വരണം. ഓക്കെ, അങ്ങനെ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. അതായത് ആ രീതിയിൽ ഞാൻ കാണിച്ചു തരാം, ഈ പറയുന്നത് ശരിയാണ് എന്ന് തെളിയിക്കുക. അല്ലാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് PR ആണ്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. എത്രയോ ആൾക്കാരാണ് അനുമോൾ ജയിച്ച സമയത്ത് ഇൻസ്റ്റാഗ്രാം നമുക്ക് തുറക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നിറച്ചുള്ള വീഡിയോസ് എന്തായിരുന്നു, അനുമോൾ ജയിക്കുന്ന സമയത്ത് അത് TV-യിലും ഫോണിലും കണ്ടിട്ട് അത്രയും ആക്രോശിച്ചിട്ട് എടുത്തു തുള്ളുന്ന കുട്ടികളും, ചെറിയ കുട്ടികൾ മുതൽ വലിയ അമ്മമാർ മുതലുള്ള ആൾക്കാരുടെ വീഡിയോസ് ആണ്. അവരൊക്കെ പോട്ടെ, അതും പോട്ടെ. ഇനിയിപ്പം കഴിഞ്ഞ ദിവസം ഇനാഗുറേഷൻ അനുമോൾ പോയ സമയത്ത് അവിടെ നിന്നിട്ട് എന്തോ PR-ന്റെ ഇഷ്യൂ ഇതേപോലെ ആൾക്കാർ എന്തോ പറഞ്ഞ സമയത്ത് അവിടെ നിന്ന ആൾക്കാർ വെച്ചിട്ട് അവരിങ്ങ് താ മൈക്ക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളാണ് അനുമോളുടെ PR എന്ന് അങ്ങോട്ടേക്ക് പറയാണ്. അതായത് അതിലും വലിയൊരു ഉത്തരവൊന്നും ഈ പറയുന്ന ആൾക്കാർക്ക് ഇനി കിട്ടാനില്ല. അത്രയും മുഖത്തടിച്ചതുപോലെയാണ് അവർ പറയുന്നത്. അനുമോളുടെ PR ഞങ്ങളാണെന്ന് ജനങ്ങൾ ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും അനുമോളുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന മൈക്ക് വാങ്ങിയിട്ട് അവര് തന്നെ പറയാണ്. അപ്പം വോട്ട് കൊടുത്ത ഒരുപാട് പേരുണ്ട്. ആ ജനങ്ങൾ പൊട്ടന്മാരാണെന്നാണ് ഈ പറയുന്ന ആൾക്കാർ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളടക്കമുള്ള ആൾക്കാർ സത്യം പറഞ്ഞാല് അവസാന നിമിഷം അടുത്ത സമയത്ത് റീഎൻട്രി കയറിയിട്ട് എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഭൂരിഭാഗം ആൾക്കാരും, ഭൂരിഭാഗം വീട്ടുകാരും, കുടുംബ പ്രേക്ഷകരും ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാല് അനുമോളെ ജയിപ്പിച്ച് അടങ്ങൂ എന്നുള്ളൊരു സംഭവം. ഇത്രയും ആൾക്കാർക്കെതിരായിട്ട് അനുമോളെ ജയിപ്പിച്ച് അടങ്ങൂ, ഇത്രയും കൂട്ടാക്രമണം നടത്തുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ പോലും നമ്മൾ ഇതുവരെ ഒരു സീസണിൽ റിവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരാളെ, ഒരു കണ്ടസ്റ്റൻസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാള് ജയിക്കണമെന്ന് നമുക്ക് പേഴ്സണലി ഉള്ളിലേക്ക് വന്നിട്ട് ജയിപ്പിക്കണം എന്നുള്ളൊരു തോന്നൽ കാരണം നമ്മുടെ വീട്ടുകാരോട് ഈ അനുമോൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാനാണെങ്കിലും അവസാന നിമിഷം എത്തിയ സമയത്ത് എൻ്റെ വീട്ടിലുള്ള അമ്മയും അനിയനും അടക്കമുള്ള ആൾക്കാരോട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവര് വോട്ട് ചെയ്തു. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അനുമോൾക്ക് വോട്ട് ചെയ്യാൻ കാരണം എന്താണ്? അങ്ങനെ ആയിരുന്നു ബിഗ് ബോസിൽ അവസാന നിമിഷം റീഎൻട്രി ചെയ്ത അവര് കാണിച്ച പ്രവർത്തികൾ. അതൊന്നും കാണാതെ ഇങ്ങനെ PR എന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മാത്രം കേട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഒന്നും അറിയാതെ ഓരോരോ കാര്യം പറയുന്ന കുറെ ആൾക്കാർ മണ്ടത്തരം വിളമ്പുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്സരൊക്കെ ഇങ്ങനെ മണ്ടത്തരം വിളമ്പുന്നു ഞാൻ വിചാരിച്ചില്ല. ഒരുപാട് പേര് ഇതിന്റെ താഴെയൊക്കെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്സരയൊന്നും ഇങ്ങനെ പറയുന്നത് വിചാരിച്ചില്ല, അപ്സരക്കൊക്കെ കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെന്നാണ് വിചാരിച്ചതെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് വേറെ വിഷയത്തിലേക്ക് വരാം. ഇതുപോലെ തന്നെ ഈ ഒരു ബിഗ് ബോസിൽ അനുമോൾ കപ്പടിക്കുന്ന സമയത്ത് അവിടെ റീഎൻട്രി നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ സപ്പോർട്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന ലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പൊ ലക്ഷ്മിയുടെ ഭാഗത്ത് നിന്നും ഇപ്പൊ അനുമോൾക്ക് എതിരായിട്ടൊന്നും പറയുന്നില്ല, പക്ഷെ ചെറിയൊരു ചാഞ്ചാട്ടം അതായത് ഈ പറയുന്ന ലക്ഷ്മി പലതവണയായിട്ട് അതിനുള്ളിൽ വെച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടുകൾ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ വീഡിയോസിലും പറഞ്ഞൊരു കാര്യമാണ്. ഈ വീട്ടിൽ കേറ്റില്ല, വീണ്ടും വീട്ടിൽ കേറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞായിരുന്നു. അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പം അനുമോളെ സപ്പോർട്ട് ചെയ്ത ശേഷം പുറത്ത് വന്നിട്ട് ഇപ്പൊ അനീഷിന്റെ പുറകെ പോവുകയും അനുമോളെ പറ്റി ചോദിക്കുന്ന സമയത്ത് അനുമോൾക്കെതിരായിട്ട് സംസാരിക്കുന്ന രീതിയിൽ ഒന്ന് നമുക്കൊരു അങ്ങനെയുള്ള ഒരു ഫീല് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങള് ഇപ്പം വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അനീഷും ലക്ഷ്മിയും തമ്മിലുള്ള ഒരു ഇന്റർവ്യൂ കാണാം. അതായത് ഒരു ബൈറ്റാണ്. ബൈറ്റില് അനീഷിനോടാണ് കാര്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നത്. അനീഷിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് മൊത്തം ലക്ഷ്മിയാണ്. നമുക്കറിയാം അനീഷിന് അത്യാവശ്യം സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്, എല്ലാത്തിനും ഉത്തരം പറയാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ 10 ലക്ഷം കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ആ ഒരു സമയത്ത് ലക്ഷ്മി കൂടിയുണ്ട് അവിടെ കൂടെ ഈ പറയുന്ന അനീഷിന്റെ കൂടെ. അപ്പൊ ആ സമയത്താണ് ഈ ബൈറ്റ് എടുക്കാൻ വന്ന ആൾക്കാർ ചോദിക്കണത് മൊത്തം അനീഷിനോടാണ്, നമുക്കറിയാലോ. ആ ചോദിക്കുന്ന സമയത്ത് പക്ഷെ അത് ഇന്ററപ്റ്റ് ചെയ്തിട്ട് സംസാരിക്കണത് മൊത്തം ലക്ഷ്മിയാണ്.
നമുക്ക് അതൊന്ന് കേട്ടുനോക്കാം. ഒരു സാധാരണക്കാരാണ് ആ നിലയിൽ ഇവിടെ വരെ എത്തിയിരിക്കണം. ആ ഒരു ഉയർച്ച എങ്ങനെയാണ്? നല്ല സന്തോഷം. ഇപ്പൊ സാധാരണക്കാരനാണല്ലോ സെലിബ്രിറ്റി ആയില്ലേ, ഇനിയിപ്പോ സാധാരണക്കാരെന്ന് പറയണ്ട. ഒരു സെക്കൻഡ് പൊസിഷനിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ല ഡേയ്സിൽ നിന്ന് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഡിസേർവിംഗ് കാൻഡിഡേറ്റ്. യെസ്. പറയൂ മനീഷ്. ലക്ഷ്മിയോട് എന്തെങ്കിലും ചോദിക്കാനെന്ന് ചോദിച്ചു. അടുത്ത സീസൺ മുതൽ അപ്പോ ഇവിടെ അനീഷ് പറയുന്നുണ്ട് വ്യക്തമായിട്ടും. ഇനിയിപ്പം അനീഷിന്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അനീഷിന് 10 ലക്ഷം കിട്ടിയതൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ബിഗ് ബോസ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയും 100 ദിവസം നിന്നിട്ട് ആ അത്രയും കഷ്ടപ്പെട്ട് നിന്ന 5 പേര് അല്ലെങ്കിൽ അത്രയും ലാസ്റ്റ് നിൽക്കുന്ന ആൾക്കാരിൽ ഒരാൾക്ക് മാത്രം ഇത്രയും പൈസ കിട്ടുക, അല്ലെങ്കിൽ ആ രീതിയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒന്നും കിട്ടാതെ പോവുക എന്നുള്ളൊരു സംഭവം വരുമ്പോൾ അവർക്ക് ഒന്നും, അവര് വന്ന ഒരു സ്ഥലത്തേക്ക് തന്നെ വെറും ഫെയിം മാത്രം കിട്ടി തിരിച്ചു പോകുന്ന രീതിയിലേക്ക് വരും. അപ്പൊ അത് എല്ലാവർക്കും അവർക്കടക്കം സങ്കടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിലൊരു മാറ്റം വരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും 10 ലക്ഷം അനീഷിന് ഇപ്പൊ കൊടുത്തതുപോലെ എല്ലാ സീസണുകളിലും ഈ ഏഷ്യാനെറ്റിന്റെ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു സെക്കൻഡ് പ്രൈസ് എന്നുള്ള രീതിയിൽ 10ഉം 5ഉം ഒക്കെ ആക്കുന്നത് ഒരു നല്ല കാര്യമായിരിക്കും. കാരണം അപ്പൊ കോമ്പറ്റീഷനും കൂടും ഈ ഒരു കാര്യത്തില്. അപ്പൊ എന്തായാലും അതൊരു നല്ല കാര്യമാണെന്ന് തോന്നി. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ അനീഷ് പറയുന്ന സമയത്ത് അവിടെ ഇന്ററപ്റ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് മൊത്തം ലക്ഷ്മിയാണ്. എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട്. അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. അല്ല, ഈ ഇതിൽ പരിഹാസമൊക്കെ വരുമ്പോ പേഴ്സണലി എന്തോ തോന്നുന്നത് ഒരു ഫീലിംഗ് എന്താണ്? അതായത് ആവാറുണ്ടോ? നെഗറ്റീവ് കമന്റ്സ് ഇതൊന്നും അങ്ങനത്തെ നമ്മൾ നോക്കാറില്ലല്ലേ, അതൊക്കെ ആരും നോക്കുന്നു, അത് ആൾക്കാരുടെ അഭിപ്രായമല്ലേ, കുറച്ചുകൂടെ അഭിപ്രായം. പ്രീവിയസ് കണ്ടസ്റ്റന്റ് ആയ റോബി മറ്റ് കണ്ടസ്റ്റന്റ് അപേക്ഷിച്ച് നോക്കുമ്പോൾ അനുഷ്ഠായിട്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് വളരെ കുറവാണ്. എന്തുകൊണ്ടാണ്? കാരണം ഞാൻ പറയാം, കാരണം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് വരാൻ. ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ആള് ആക്റ്റീവ് ആയിക്കോളും. ഇറങ്ങി കുറച്ചു നാൾ മുന്നേ ഇറങ്ങിയ ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് പറയാൻ പറ്റുമല്ലോ. ഞാൻ ആൻസർ ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇത്രയും ചാനലുകൾ വരിക. ഇവിടെ ഇപ്പൊ അനീഷിന്റെ പിയനെ പോലെയാണ് സംസാരിക്കുന്നത് ലക്ഷ്മി. സത്യം പറഞ്ഞാല് അനീഷിന് അവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്, സംസാരിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്, അതുപോലെ സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അതേ സമയത്ത് ലക്ഷ്മി അവിടെ പോയിട്ട് അനീഷിനോട് പേഴ്സണലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനെല്ലാം ഉത്തരം പറയുന്നത് ലക്ഷ്മിയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു ഇന്റർവ്യൂ, അതായത് ഒരു ബൈറ്റ് കൂടി എടുക്കുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനുമോളെ കുറിച്ചിട്ട്. അപ്പൊ ലക്ഷ്മി പറയുന്ന ഒരു കാര്യം കൂടി നമുക്കൊന്ന് കേൾക്കാം. മോളുടെ ഇപ്പൊ ഞാൻ ആ സപ്പോർട്ട് കൊടുത്ത സമയം എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയത്താണ് സപ്പോർട്ട് കൊടുക്കുന്നത്. ദാറ്റ് ഡസന്റ് മീൻ അതിന് മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇല്ലാതാവുന്നില്ല. അതൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് അതുപോലെ തന്നെ ഉണ്ട്. എഗെയിൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ദാറ്റ് വാസ് ബിക്കോസ് വളർന്നിട്ടുള്ള ആക്രമണം അത് ഞാൻ അപ്പൊ ഇത് കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ഡിജെഡി നിലവിൽ കിട്ടുകൊണ്ടിരിക്കുന്ന ചെറിയ അനുമോൾക്കാണ്. PR കൊണ്ട് മാത്രം കപ്പ് കിട്ടി, പെയ്ഡ് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതിന്റെ ആൻസേഴ്സ് അനുമോൾ പറയണം. അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നത്. ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം, ചുറ്റും ആളുണ്ട്. ആ ഒരു ഇനി എന്റെ സപ്പോർട്ടിന്റെ ആവശ്യമൊന്നും പോകുന്നില്ല. ഷീ ക്യാൻ ടോക്ക് ഫോർ ഹെർസെൽഫ് അല്ലേ. എന്തായാലും ലക്ഷ്മി ഇപ്പം പറയുന്നത് അകത്ത് വെച്ചിട്ട് ഞാൻ എന്റെ സപ്പോർട്ട് വേണ്ടി വന്നു, പക്ഷെ ഇനി പുറത്തു വന്നാൽ എന്റെ സപ്പോർട്ടിന്റെ കാര്യമൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ PR പറ്റി ചോദിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് ലക്ഷ്മി അകത്ത് പറഞ്ഞൊരു കാര്യം, PR വെച്ചിട്ട് ഒരിക്കലും ജയിക്കാൻ പാടില്ല, ഒരിക്കലും ഇവിടെയുള്ള എല്ലാവർക്കും PR ഉണ്ട് എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. പക്ഷെ പുറത്ത് വന്നിട്ട് ഇപ്പൊ ചോദിക്കുന്ന സമയത്ത് അനുമോളാണ് അതിന് ഉത്തരം പറയേണ്ടത്, ഞാനല്ല എന്നുള്ള രീതിയിൽ ഒഴിഞ്ഞു മാറി പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ഈ പറയുന്ന ലക്ഷ്മിയുടെ നിലപാടുകൾ മാറിയോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ. അത് ഈ പറയുന്ന അനീഷിനെയും അനുമോളെയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത രണ്ടിന്റെയും ആ ഒരു രീതിയിൽ പോകാനാണോ, രണ്ടാളോടും നല്ല രീതിയിൽ നിന്ന് പോകാനാണോ, ഏത് രീതിയിലാണ് ഇനിയിപ്പം കൂടെ നിന്നിട്ട് ഇപ്പം അനീഷിനാണ് കൂടുതൽ സപ്പോർട്ട് എന്നല്ല, ഇപ്പം കൂടുതൽ ഡീഗ്രേഡിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനുമോൾക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി മറുകണ്ഠം ചാടിയോന്നും നമുക്കറിയില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.